ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വെല്ലുവിളിച്ച് ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ. 10-20 ദിവസത്തിലധികമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാവർക്കർമാരോട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ട, മറിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ മതി എന്നാണ് വീണ ജോർജിന്റെ പരിഹാസം. വീണയുടെ ഈ പരിഹാസത്തിന് കുറിക്കുകൊള്ളുന്ന കൃത്യമായ മറുപടിയുമാണ് ശോഭ എത്തിയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ ഗതികേട് കൊണ്ടാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ അത്തരക്കാരെ വെല്ലുവിളിക്കുകയാണ് വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത്. പാവങ്ങളെ വെല്ലുവിളിക്കാതെ ഈ വെല്ലുവിളി തന്നോട് നടത്താൻ പറയുകയാണ് ശോഭ. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ വീണയ്ക്കൊപ്പം പോകാൻ താൻ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രിയുടെ അരികിൽ കസേരയിട്ട് കൊടുക്കാമെന്നും ശോഭ പറയുന്നു. കേന്ദ്രമന്ത്രി നദ്ദ കൊടുത്ത കോടിക്കണക്കിന് രൂപ ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അക്കാര്യം തെളിയിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പാവപ്പെട്ട ആശാവർക്കർമാരുടെ മുന്നിൽ നിങ്ങൾക്ക് കഥ പറയുവാനും നാട്യം കാണിക്കുവാനും സാധിക്കും. എന്നാൽ കേന്ദ്രത്തിലേക്ക് പോകേണ്ടത് പാവപ്പെട്ട തൊഴിലാളികളല്ല, മന്ത്രിയായ വീണ ജോർജാണ്. വീണ ജോർജിന് നട്ടലുണ്ടെങ്കിൽ അഹന്ത മാറ്റിവെച്ച് കേന്ദ്രമന്ത്രി നദ്ദയെ കാണാൻ തയ്യാറാണെങ്കിൽ തങ്ങൾ കൂടെ വരാൻ തയ്യാറാണെന്നും ശോഭ വ്യക്തമാക്കി. നിങ്ങൾ തീയതിയും സമയവും തീരുമാനിച്ചു, കൂടെ വരാൻ ഞങ്ങൾ ഒരുക്കമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി പറയും കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് എത്ര കൊടുത്തിട്ടുണ്ട് എന്ന്. അന്നേരം മുഖം ചൊളിഞ്ഞ് ആരോഗ്യമന്ത്രിക്ക് തിരികെ വരാനുള്ള ഗതികേടുണ്ടാകും. കുറച്ചുനാൾ മാധ്യമപ്രവർത്തകയായ ശേഷം മന്ത്രി കസേരയിലേക്ക് കയറിയ ആരോഗ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ? വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് സമരത്തിനായി ഇവർ ഇറങ്ങിത്തിരിച്ചത് സന്തോഷിക്കാൻ വേണ്ടിയല്ല, അവരുടെ കുടുംബത്തെയും ജോലിയെയും നിലനിർത്താനുള്ള ഗതികേട് കൊണ്ടാണ് സമരം ചെയ്യുന്നത്. അവരെ വെല്ലുവിളിക്കുകയാണോ വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത്? ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് പകരം റോഡിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോളണ്ടിയർമാരെ ഇറക്കി ജോലി നടത്തിക്കൊണ്ട് പോകാനാണ് തീരുമാനമെങ്കിൽ സ്വന്തം തറവാട്ട് വക സ്വത്ത് വിറ്റ് ശമ്പളം കൊടുക്കേണ്ടി വരും എന്ന കാര്യം ആരോഗ്യമന്ത്രി ഓർക്കണം. കേന്ദ്രത്തെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കേരളത്തിൽ അറിവും പ്രാപ്തിയുമുള്ള ആളുകൾ വേറെയുണ്ട്. ആരോഗ്യമന്ത്രിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ആളുകൾ ഇന്ന് ബി.ജെ.പിയുടെ കേരള ഘടകത്തിനുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴും കുറച്ചു ജാഗ്രത നല്ലതാണ്. CITU നേതാവ് എളമരം കരീം പറഞ്ഞത് 400 കോടി കിട്ടിയിട്ടില്ല എന്നാണ്. അതേസമയം ആരോഗ്യമന്ത്രി പറഞ്ഞത് 100 കോടി കിട്ടിയിട്ടില്ല എന്നും. 400 കോടിയും 100 കോടിയും കിട്ടിയിട്ടില്ല എന്ന് ആരോപണം ഉന്നയിക്കുന്ന ഇവർ ഒന്നിച്ചൊന്ന് ആലോചിച്ച ശേഷം ഈ കളവ് പറയുന്നത് നന്നായിരിക്കും. ജാഗ്രതയോടുകൂടി ഒരു കള്ളം പറയാൻ അറിയാത്ത മരമണ്ടന്മാരുടെയും അഴിമതിക്കാരുടെയും കൂട്ടുകെട്ടിനകത്തായി കേരളം മുന്നോട്ട് പോകുന്നു. നികൃഷ്ടമായ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തിട്ട് നീതി കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.